വാർത്തകൾ തുടരുന്നു. ഇനിയൊരു വിദേശ വാർത്തയിലേക്കാണ്. അമേരിക്കൻ സർവകലാശാലകളിൽ പലസ്തീൻ അനുകൂല സമരത്തെ തുടർന്ന് സംഘർഷം. 24 മണിക്കൂറിനിടെ 400ഓളം സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമേരിക്കൻ ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം തുടരുകയാണ്. പ്രക്ഷോഭം അടിച്ചമർത്താനുള്ള പോലീസ് നീക്കം സംഘർഷത്തിൽ കലാശിച്ചു. സംഘർഷത്തെ തുടർന്ന് കൊളംബിയ സർവകലാശാല സെമസ്റ്റർ പരീക്ഷകൾ റിമോട്ട് അടിസ്ഥാനത്തിലേക്ക് മാറ്റി. ന്യൂയോർക്കിലെ ഫോർഡം സർവകലാശാലയിൽ പ്രക്ഷോഭകർ തമ്പടിച്ചിരിക്കുകയാണ്. കൊളംബിയ സർവകലാശാലയിലെ ഹാമിൽട്ടൺ ഹാൾ ഗാസയിലെ ഇരകളുടെ ബഹുമാനാർത്ഥം ഹിൻസ് ഹാൾ എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു. ഫെബ്രുവരിയിൽ വടക്കൻ ഗാസയിൽ മരിച്ച 6 വയസ്സുകാരി ഹിന്ദ് രജബിന്റെ സ്മരണയ്ക്കായാണ് വിദ്യാർത്ഥികൾ കെട്ടിടത്തിന് ഹിൻസ് ഹാൾ എന്ന് പുനർനാമകരണം ചെയ്തത്. ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് കൊളംബിയ സർവകലാശാലയുടെ ഹാമിൽട്ടൺ ഹാൾ പിടിച്ചെടുത്തത്. UCLA, വിസ്കോൺസിൻ എന്നീ സർവകലാശാലകളിൽ പോലീസുമായി സമരക്കാർ ഏറ്റുമുട്ടി. ഏറ്റുമുട്ടലിൽ 15ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അതേസമയം ലോസ് ആഞ്ചൽസിലെ UCLA ക്യാമ്പസിലെ പലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പിന് നേരെ ഇസ്രായേൽ അനുകൂല എതിർ പ്രക്ഷോഭകർ ആക്രമണം നടത്തി. ഇതിനിടെ ജൂതമത വിശ്വാസികൾക്കെതിരെ വംശീയ അധിക്ഷേപം ചെറുക്കാനുള്ള നിയമം US ജനപ്രതിനിധി സഭ പാസാക്കി. 91-നെതിരെ 320 വോട്ടുകൾക്കാണ് ജനപ്രതിനിധി സഭ ആന്റിസെമിറ്റിസം ബോധവൽക്കരണ ബിൽ പാസാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.